ആളുകൾ പലതും പറയും. നീ അതൊന്നും തന്നെ വിശ്വസിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോമനും ജുവണിന് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടെങ്കിലും അവളതൊന്നും നോക്കുന്നു കൂടിയില്ല. ടേസ്റ്റിംഗ് ഇവന്റിന്റെ സമയത്ത് ഒരാൾക്ക് അലർജിക്ക് ഉണ്ടായല്ലോ, അതിന്റെ കാര്യം എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാതിരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടൂറാനും ഇപ്പോൾ മിൻഹോനെ വഴക്ക് പറയുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് മാറി നിന്ന സമയത്തായിരുന്നു ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായതെന്ന് മിൻഹോൻ പറയുമ്പോഴത്തേക്കുമാണ് മിൻഹോനും സൂമിനും കൂടി ചേർന്നിട്ടായിരുന്നു ആ ഒരു പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ എല്ലാവരും ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു എല്ലാവരും തന്നെ ചർച്ച ചെയ്തതും. ചില പ്രത്യേക വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടായിരുന്നു മിൻഹ്വാനെ കുറിച്ച് ആളുകൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു വാക്കുകൾ ആർക്കും തന്നെ ഇനി അയക്കുവാനായിട്ട് സാധിക്കാത്ത രീതിയിലൊക്കെ ലിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കമ്പനിക്ക് മൊത്തത്തിൽ നാണക്കേടൊക്കെ വരുത്തി വെച്ചത് കൊണ്ട് തന്നെ അവനെ ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ടാണ് ലിയും തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സോമിനും ഒരു കോൺട്രാക്ട് എംപ്ലോയി ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവളെ ആകട്ടെ ജോലിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പിരിച്ചുവിടുകയാണ്. സുമൻ ജീവനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ അവളെ കുറിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മൊത്തത്തിൽ എല്ലാവരും അവളെ നാണം കെടുത്തിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജീവന്റെ പേരിൽ ഒരു കുറ്റവുമില്ല, എല്ലാ കുറ്റവും സുമിന്റേതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നു. അങ്ങനെ അവളും ഒരു ചെറിയ കത്ത് പോലെയൊക്കെ എഴുതുകയാണ്. ഇനി മീൽ കിറ്റ് പ്രൊജക്ട് ഒക്കെ വളരെയധികം മോശമാക്കി വെച്ചിട്ടാണ് മാനേജർക്കും പോയിട്ടുണ്ടായിരുന്നതെങ്കിലും ജൂറാൻ അത് വളരെ നല്ല രീതിയിലൊക്കെ വീണ്ടും ശരിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ മാനേജർ കിമ്മിനെതിരായിട്ട് ഒരുപാട് പരാതികളും വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനേജർ കിമ്മിന് മാനേജർ സ്ഥാനം നഷ്ടപ്പെടുകയും ചൂറാൻ ആ ഒരു മാനേജർ സ്ഥാനം ലഭിക്കുകയും ചെയ്യുകയാണ്. ലീ ഇപ്പോൾ സ്റ്റോർ റൂമിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അവിടെ ജൂറാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അവനും സിഗരറ്റ് വലിക്കുവാനായിട്ട് പോക്കുകയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ജൂറാൻ അവന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഇവിടെ സിഗരറ്റ് വലിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ അവനും ഒരു ചൂയിംഗമായിരുന്നു ചവച്ചുകൊണ്ടിരുന്നത്. അവൾ സ്റ്റോർ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുവാനായിട്ടായിരുന്നുവെന്നും ലീ എത്തിയതും അതിനല്ല എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. പണ്ടും പുറമേക്ക് നീ റൂഡായിട്ടൊക്കെ പെരുമാറുമെങ്കിൽ പോലും നീ ശരിക്കും ബാക്കിയുള്ള ആൾക്കാരെയും ഒരുപാട് കെയർ ചെയ്യുന്ന സ്വഭാവക്കാരനല്ലേ എന്നൊക്കെ ലീനെ കണ്ട മാത്രയിൽ തന്നെ ജോറാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് ഇതുപോലത്തെ ആളുകളെ ഇഷ്ടമില്ല എന്നൊക്കെ ജോറാനോടും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവളെ മാനേജർ ആക്കിയത് കൊണ്ട് തന്നെ അവൾ സന്തോഷത്തോടെയല്ലേ ഇരിക്കുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കുമാണ് മിൽക്കിറ്റ് പ്രൊജക്ടിന്റെ എല്ലാ ക്രെഡിറ്റ്സും കൊടുക്കുവാൻ സാധിക്കുന്നത് ജീവണിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ അവളുടെ സ്ഥാനമൊക്കെ കൂട്ടിക്കൊടുക്കാനായിട്ട് നോക്കുക. അല്ലാതെ ഇത് എനിക്ക് അർഹതപ്പെട്ടതല്ല എന്നൊക്കെ അവളും അറിയിക്കുന്നു. പക്ഷേ മാനേജർക്കുമോ നേരത്തെ അവളുടെ പ്രൊജക്ട് വെച്ചൊക്കെയല്ലേ മാനേജറായിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അല്ലേ ചോദിക്കുമ്പോഴത്തേക്കുമാണ് അത് മാനേജർക്കുമാണ്, ഞാൻ അങ്ങനെയല്ല. എന്നെയും കൊണ്ട് പലരും പല ലക്ഷ്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ എനിക്കൊരു പ്രശ്നമേ അല്ല എന്നായിരുന്നു അവളും പറഞ്ഞിട്ട് പോകുന്നത്. ഈ ഒരു അവസരത്തിൽ പ്രൊമോഷൻ ലഭിക്കുന്നതൊക്കെ നല്ല കാര്യമല്ല എന്നൊക്കെ ജീവണും ചൂറാനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ജൂറാന് ജീവന്റെ ഫ്രണ്ട് ആയിട്ടിരിക്കുവാനായിരുന്നു കൂടുതൽ താല്പര്യം. മാത്രമല്ല അവളോട് ജൂറാൻ ക്ഷമയും ചോദിക്കുന്നു. അപ്പോഴേക്കും ഹയോൺ അവിടെ എത്തിയിട്ട് മറ്റൊരു പ്രശ്നത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. നേരത്തെ അലർജിയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ആളാകട്ടെ ഇപ്പോൾ ജീവണിനെ അന്വേഷിച്ച് ഓഫീസിന് മുമ്പിലൊക്കെ നിൽക്കുകയാണ്. ജീവണിനെ കാണുമ്പോൾ തന്നെ അയാളുടെ ഭാര്യയും ജീവണിനെ തല്ലുന്നു. അലർജി ഉണ്ടായിട്ട് പോലും ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം എന്ന രീതിയിൽ വാരി വലിച്ച് കുറെ സാധനങ്ങളൊക്കെ തിന്നത് കൊണ്ടാണ് അയാൾക്ക് കൂടുതലായിട്ടൊക്കെ പ്രശ്നം ഉണ്ടായതെന്ന രീതിയിലൊക്കെ ജീവൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നതും. ആ ഒരു കാരണം കൊണ്ട് തന്നെ അയാളെ അപമാനിച്ചതില് അവരും വഴക്കൊക്കെ ഉണ്ടാക്കുകയാണ്. ജീവനും അവളുടെ അക്കൗണ്ടിൽ നിന്നും വന്ന ആ ഒരു പോസ്റ്റ് ഒന്നും അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അവളും അതൊക്കെ വായിച്ചു നോക്കുന്നു. ഞാൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന ആളാകട്ടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ സ്നേഹിച്ചു എന്നത് സത്യം തന്നെയാണ്. പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിരപരാധിയാണ്. അവളാകട്ടെ ആ ഒരു സ്നേഹമൊന്നും തിരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അത് കൂടാതെ ടേസ്റ്റ് ഇവന്റിന്റെ സമയത്തും അലർജി ഉണ്ടായിട്ട് പോലും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാതെ അയാളും അതൊക്കെ വാരി വലിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ എന്റെ സുഹൃത്ത് വളരെയധികം നിരപരാധിയാണെന്നൊക്കെ ആയിരുന്നു ആ പോസ്റ്റിലും ഉണ്ടായിരുന്നത്. എല്ലാ തെറ്റും എന്റേത് മാത്രമാണെന്നൊക്കെ എഴുതി ജീവന്റെ ഒരു ഒപ്പം കൂടി കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് ജീവണ്ണും ഇതെല്ലാം തന്നെ സോമിന്റെ പ്രവൃത്തിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. എന്റെ അതേ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരാൾ കൂടി ഇവിടെ ഉണ്ടെന്നൊക്കെ അവൾ പറയുകയും സോമിനെ പിടിച്ച് അവരുടെ മുമ്പിൽ നിർത്തുകയും ചെയ്യുന്നു. ജീവണും സോമിന്റെ ഫോണൊക്കെ എടുത്ത് തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് അതിൽ ജീവന്റെ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആയിട്ടുള്ളതൊക്കെ അവരെ കാണിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല ജീവണും ക്ഷമയൊക്കെ ചോദിക്കുന്നു. സോമിനെ കണ്ട് കഴിയുമ്പോൾ തന്നെ മിൻഹാന്റെ ഒപ്പം അന്ന് ഹോസ്പിറ്റലിൽ വന്ന പെൺകുട്ടി ഇതല്ലായിരുന്നു എന്നൊക്കെ അവരും തിരിച്ചറിയുകയാണ്. മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതിരുന്ന സമയത്ത് സൂമിനും അവരോടെല്ലാം തന്നെ ക്ഷമ ചോദിക്കുന്നു. ജീവൻ ക്ഷമിക്കാത്തതായിരുന്നു സൂമിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞാൻ പ്രഗ്നന്റ് ആണെന്നൊക്കെ സൂമിനും ജീവന്റെ അടുത്ത് പറയുന്നു. അതൊക്കെ കേട്ട മിൻഹാനും ആകെ ഞെട്ടിപ്പോകുന്നു.
പലയിടത്തു നിന്നും പണമൊക്കെ അടയ്ക്കുവാനായിട്ടുള്ളത് കൊണ്ട് തന്നെ മിൻഹോനും കുറെ മെസ്സേജസ് ഒക്കെ വരുന്നു. അവനും അതൊന്നും തന്നെ നോക്കാതെ മദ്യപിച്ച് ഏറ്റവും ഒടുവിലായിട്ട് വഴിയിലൊക്കെ കിടക്കുമ്പോഴത്തേക്കും രണ്ടുപേര് അവനെ പൊക്കിക്കൊണ്ട് പോകുകയാണ്. ഈ രണ്ടുപേരും ജി ഹുക്കിന്റെ ഫ്രണ്ട്സ് ആണ്. മിൻഹ്വാനാകട്ടെ പണമൊക്കെ കൊടുക്കാനുള്ള ആളുകളായിരിക്കും അതേന്നൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിൻഹ്വാൻ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും നീ എങ്ങനെയാണ് ഞങ്ങൾക്ക് പണമൊക്കെ തിരികെ നൽകുക എന്നൊക്കെ അവരും അവന്റെ അടുത്ത് ചോദിക്കുന്നു. എന്റെ പേരൻസിന്റെ കയ്യിൽ ഒരുപാട് പണമൊക്കെ ഉണ്ട്. ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു വീടൊക്കെ നൽകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ വിവാഹം കഴിക്കുമെന്ന് അവനും അറിയിക്കുന്നു. ഇനി എന്തായാലും ജീവനുമായിട്ടുള്ള വിവാഹമൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവനും എന്റെ ഗേൾഫ്രണ്ട് ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്നും ഞങ്ങൾ ഉടനെ വിവാഹം കഴിക്കുമെന്നും ഒക്കെ അറിയിക്കുമ്പോഴത്തേക്കും അവരും മിൻഹോനെ വെറുതെ വിടുന്നു. വീട്ടിലെത്തിയതിനു ശേഷം അമ്മയുടെ അടുത്ത് ഞാൻ വിവാഹമൊക്കെ കഴിക്കുകയാണെങ്കിൽ അമ്മ എനിക്ക് വീട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ സത്യം തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മയും എനിക്കൊരു പേരക്കുട്ടീനെയൊക്കെ നൽകുകയാണെങ്കിൽ ഞാൻ നിനക്ക് വീട് നൽകാമെന്നൊക്കെ പറയുന്നു. പിന്നീട് അവനും സുമിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വീട്ടുകാർ അവനെ പുറത്താക്കുന്നു. അങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും തല്ലൊക്കെ കൊണ്ടതിന് ശേഷം അവനും സുമിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. നീ എന്തുകൊണ്ടാണ് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എന്റെ അടുത്ത് പറയാതിരുന്നത്? അതുകൊണ്ടല്ലേ ഞാനും അങ്ങനെയൊക്കെ ചെയ്തത്. നീ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും മറക്കാം. നീ വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മീൻഹോൻ അവളെ സമാധാനപ്പെടുത്തുമ്പോഴത്തേക്കും ഇതുവരെയായിട്ടും ജീവൻ അവളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ലല്ലോ. ആ വിഷമമായിരുന്നു അവൾക്കും. എന്തൊക്കെ പറഞ്ഞാലും ജീവൻ എന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ. അങ്ങനെ ഇരിക്കെ എന്റെ കുഞ്ഞാണ് നിന്റെ വയറ്റിലുള്ളതെന്നൊക്കെ അറിഞ്ഞാൽ അവൾക്ക് എങ്ങനെയാണ് സഹിക്കുവാൻ സാധിക്കുക? അവൾക്ക് കുറച്ച് സമയമൊക്കെ കൊടുക്കാം. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് മിൻഹോൻ വീണ്ടും അവളെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ ജീവണ് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. ജീവണ് ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരുന്ന് മദ്യപിക്കുകയൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ സുമിൻ പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ മിൻഹോന് കുട്ടികൾ ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് തന്നെ സുമിൻ പറഞ്ഞത് കള്ളമാണെന്നുള്ള കാര്യവും ജൂൺ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഉൺഹോയും ജിയോണ് ഫുഡൊക്കെ നൽകുമ്പോഴത്തേക്കും ഹയോണാകട്ടെ അവരെ ഒന്നിപ്പിക്കുവാനായിട്ടായിരുന്നു ശ്രമിച്ചുകൊണ്ടുവരുന്നത്. എന്തൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും ആളുകൾ എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറുമ്പോഴെങ്കിലും അവൾക്ക് എന്റെ സൈഡിൽ നിന്നൂടെ എന്നൊക്കെയാണ് ജീവണിനെ കുറിച്ച് സുമിൻ ചോദിക്കുന്നത്. നീ അവളുടെ കാര്യമൊക്കെ മറന്നു കളഞ്ഞേക്ക്. ഞാൻ നിനക്ക് വേണ്ടി അതുപോലത്തെ ഒരാളാക്കുവാൻ തയ്യാറാണ്. നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിച്ചാലോ? നമുക്കൊരു ഫാമിലി ആയിട്ട് ജീവിച്ചാലോ എന്നൊക്കെ മിൻഹോൻ ചോദിക്കുമ്പോഴത്തേക്കും സൂമിനും ഫാമിലി എന്ന ആ ഒരു വാക്കിലൊക്കെ വീണു പോകുകയാണ്. നേരത്തെ എങ്ങനെയായിരുന്നോ ജീവന്റെ അടുത്ത് മിൻഹോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സൂമിന്റെ അടുത്തും അവൻ പറയുന്നത്. മുത്തശ്ശനും ജീവനെ കുറിച്ച് അന്വേഷിക്കുവാനൊക്കെ ലീന ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആകട്ടെ ജീവനല്ല തെറ്റുകാരി, മറിച്ച് അവളുടെ ബോയ് ഫ്രണ്ടും അതുപോലെ തന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നു എന്ന ഒരു റിപ്പോർട്ടൊക്കെ ജീവനെ കുറിച്ച് മുത്തശ്ശന് തയ്യാറാക്കി കൊടുത്തിരിക്കുകയാണ് ലിയും. ജീവനും ഒരു വ്യക്തി മാത്രമായിരുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും മുത്തശ്ശനും ജീവനെ വീട്ടിലേക്കൊക്കെ വിളിപ്പിക്കുന്നു. ജീവനുമായിട്ട് മുത്തശ്ശൻ സംസാരിക്കുന്ന സമയത്ത് പല തടസ്സങ്ങളും ലൈഫിൽ ഉണ്ടാകുമെന്നും അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകണമെന്നും ഒക്കെ ആയിരുന്നു അവളും പറയുന്നത്. അങ്ങനെ ഇരിക്കെ റൂമിലേക്ക് എത്തുന്ന ചീഹുക്കും മുത്തശ്ശനും ജീവനും കൂടി സംസാരിക്കുന്നതൊക്കെ കാണുന്നു. മുത്തശ്ശന് വളരെ നല്ലൊരു വ്യക്തിയാണെന്നും തന്റെ അടുത്ത് നല്ല രീതിയിലായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നോന്നൊക്കെ ജീവനും പറയുകയാണ്. സൂമിൻ ശരിക്കും പ്രഗ്നന്റ് ഒന്നും അല്ലല്ലോ, പക്ഷെ പ്രഗ്നന്റ് ആണെന്ന് തെളിയിക്കുവാനായിട്ട് അവളും പ്രഗ്നൻസി കിറ്റൊക്കെ ആരെങ്കിലും ഉപയോഗിച്ചതൊക്കെ കിട്ടുമോ എന്ന് ഓൺലൈനിൽ നോക്കുകയാണ്. നേരത്തെ ജീഹുക്കും ഗണ്ണ് വെച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവുണിനെയും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചും കൊടുക്കുന്നു. ജീവണും ഹയോൺ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി നൽകുന്നു. യഥാർത്ഥത്തിൽ ഹയോൺ തനിച്ചാണ് താമസിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഫുഡ് എപ്പോഴും വെളിയിൽ നിന്നും ഓർഡർ ചെയ്യാറുമാണ് ഉള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ കഴിക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കണമെന്നാണ് ജീവണും അറിയിക്കുന്നത്. ജീവൻ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നീ എന്നെ വിവാഹം കഴിക്കാമോ എന്നൊക്കെ തമാശയായിട്ട് ഹയോൺ ചോദിക്കുന്നു. ആ ഒരു കൂട്ടത്തിൽ എങ്ങനെയുള്ള ആളെ വിവാഹം കഴിക്കുവാനായിട്ടാണ് നിനക്ക് താല്പര്യമെന്ന് കൂടി ഹയോൺ ചോദിക്കുമ്പോഴത്തേക്കും ഷെഹൂക്കിനെ കുറിച്ച് ആയിരുന്നു ജീവൻ ഓർക്കുന്നത്. പക്ഷെ അപ്പോൾ ഉൺഹോയുടെ കോളൊക്കെ വരുമ്പോഴത്തേക്കും ഹയോണും ഉൺഹോനെ കുറിച്ചും ഓർക്കുന്നു. ക്രിസ്മസിന്റെ ദിവസം ആയതുകൊണ്ട് തന്നെ ഉൺഹോയും ജീവനുമായിട്ട് പുറത്തൊക്കെ കറങ്ങുവാൻ പോകുവാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവനും വണ്ടിയൊന്നും ശരിക്കും ഓടിക്കുവാനായിട്ട് അറിയുകയില്ലായിരുന്നു. ഇതിനു മുമ്പ് ചീഹുക്ക് അവന്റെ കടയിലൊക്കെ ബോധം കെട്ട് വീണ സമയത്തായിരുന്നു ആദ്യമായിട്ട് അവൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടാമത്തെ വട്ടമാണെന്നൊക്കെ ഉൺഹോ പറയുകയാണ്. ഹയോൺ കൂടി ഒപ്പം വരുമെന്നൊക്കെ ജൂൺ വിചാരിക്കുന്നുണ്ടെങ്കിലും ക്രിസ്മസ് ആയതുകൊണ്ട് എനിക്ക് എന്റേതായ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഹയോൺ പോകാതിരിക്കുന്നുണ്ടെങ്കിലും അവൾക്കും ഒരു പ്ലാൻസും ഉണ്ടായിരുന്നില്ല. ഹയോണും ഇപ്പോൾ ജീവണിനെയും ഉൺഹോനെയും കാണുവാൻ നല്ല മാച്ചായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊക്കെ കേട്ട് ജലസ് ആകുന്ന ചീഹുക്കും ഐസ്ക്രീം ഒക്കെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുകയാണ്. ഹയോണും നീ എന്തൊരു ആങ്ങളെയാണ്, നിനക്ക് എനിക്ക് കുറച്ച് ഐസ്ക്രീം ഒക്കെ നൽകിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനും അവിടെ ഉണ്ടായിരുന്ന വാക്കത്തിയൊക്കെ എടുത്തിട്ട് ആ ഒരു ഐസ്ക്രീം ഒക്കെ തല്ലിപ്പൊട്ടിച്ചിട്ടാണ് അതിന്റെ പകുതിയൊക്കെ ഹയോണും നൽകുന്നത്. ക്രിസ്മസിന് വീടൊക്കെ എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്നൊക്കെ ഹയോണും ചീഹുക്കിനോട് പറയുന്നു. ജീവണും ഉൺഹോയുടെ കൂടെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ച് പോലും
അവളും ഓർത്തോണ്ടിരുന്നതൊക്കെ തന്നെ ജീഹുക്കിനെ ആയിരുന്നു. ഓൺഹോയും ജീവണ് തിരിച്ച് വീടിനൊക്കെ മുമ്പിൽ കൊണ്ട് ആക്കി കഴിയുമ്പോഴത്തേക്കും ജീവണ്ണും ഓൺഹോയ്ക്ക് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളും നീ എന്റെ നല്ലൊരു സുഹൃത്താണെന്നൊക്കെ എടുത്തു പറയുന്നു. അങ്ങനെ അവരും കൈ കൊടുത്ത് ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നു. ജീവൺ വരുന്നതും കാത്ത് ജീഹോക്കും വെളിയിലൊക്കെ നിൽപ്പുണ്ടായിരുന്നു. തണുപ്പ് കാരണം അവൻ അറിയാതെ തുമ്മുമ്പോഴത്തേക്കും ജീവണും അവൻ ഉള്ളതൊക്കെ മനസ്സിലാക്കുന്നു. ജീവണും തനിക്കൊരു കാര്യം പറയുവാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ജീഹോക്കിന്റെ വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. അവിടെ എത്തുമ്പോഴത്തേക്കും ക്രിസ്മസിന്റെ രീതിയിലൊക്കെ അവിടെ എല്ലാം ഒരുക്കിയിരിക്കുന്നത് അവളും കാണുകയാണ്. അവളായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ അവനും ഇതൊക്കെ കാണുവാനായിട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നേനെ എന്നൊക്കെ അവനും പറയുന്നു. ഇന്ന് ഉൺഹോ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പണ്ട് അവനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അവനോട് ഇഷ്ടം തോന്നുന്നില്ല. ഞാൻ ഉൺഹോയുടെ കൂടെ ആയിരുന്നപ്പോൾ പോലും മറ്റൊരാളെ കുറിച്ചായിരുന്നു ഓർത്തിരുന്നത്. അയാൾക്കെന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറഞ്ഞ് ജീവണും ജീഹുക്കിനെ കിസ് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ജീഹുക്കും അവളെ പിടിച്ചു നിർത്തി കിസ് ചെയ്യുന്നു. ആ ഒരു സീനോട് കൂടി ഇതിന്റെ 10ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.